കുറഞ്ഞവൻ 1000 ചെറിയവൻ ഒരു മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂടെ നിൽക്കുന്നവരുടെ പിന്മാറ്റം അത് ഹൃദയത്തെ തകർക്കുന്ന വേദനയാണ്. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാകാതെ നമ്മെ വിട്ടു മാറുന്നത് അതൊരു വലിയ വേദനയാണ്. കൂടെ പ്രാർത്ഥിക്കേണ്ടവർ കൂടെ നിന്ന് പ്രാർത്ഥനയിൽ സഹായിക്കാതിരിക്കുന്നത് ഒരു വലിയ വേദനയാണ്. 3.5 വർഷക്കാലം കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ഇതാ ഗെത്സമനയിൽ ചിതറുകയാണ്. അവരെല്ലാവരും ചിതറിപ്പോയി. ഗെത്സമന മുതൽ ഗോൽഗോഥ വരെ അവനൊറ്റയ്ക്കാണ്. ഇന്നലകളിൽ കൂടെയുണ്ടായിരുന്നവർ ഇന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ? പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിന്നിൽ നകന്നു പോയവൻ പൂർവാധികം ശക്തിയോടെ നിന്നോട് ചേരാൻ പോവുകയാണ്. ഇന്ന് നിന്നിൽ നിന്ന് ചിതറിപ്പോയവൻ പൂർവാധികം ശക്തിയോടെ, അഭിഷേകത്തോടെ, കാഴ്ചപ്പാടോടെ നിന്നോട് ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. അതെ, അന്ന് ചിതറിപ്പോയവർ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മർക്കോസിന്റെ മാളികമുറിയിൽ പകരപ്പെട്ട ദൈവശക്തി വന്നപ്പോൾ അവർ കർത്താവിനോട് കൂടെ നിൽക്കുകയാണ്. ഈ ഒറ്റപ്പെടൽ, ഈ വേദന നന്മയ്ക്കാണ്. നീ അകൃത്യ യാഗമായി തീർന്നൊരു സന്തതിയെ കാണും എന്നെഴുതിയിരിക്കുന്ന പോലെ ഈ ഒറ്റപ്പെടലിൽ നീ ഒരു കുറഞ്ഞവനെ പോലെ, ഒരു ചെറിയവനെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്റെ പുറകിൽ 1000 കാണുന്നുണ്ട്. കുറഞ്ഞവൻ 1000 ചെറിയവൻ ഒരു മഹാജാതിയാകും. ദൈവം ഇന്ന് പകൽ 1000 കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ കാണുന്നത് പഴിയും ദുഷിയും നിന്ദയും ഒക്കെ ആണെങ്കിൽ, ഒറ്റപ്പെടലാണെങ്കിൽ, അതിനുമപ്പുറമായത് ദൈവം ചിലത് കാണുന്നുണ്ട്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. പ്രിയപ്പെട്ടവരെ, ദാവീദ്, പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഒറ്റയ്ക്കാണ്. എന്നാൽ ദൈവം അബ്രഹാമിൻ്റെ പുറകിൽ, അവൻ്റെ വിശ്വാസത്തിൻ്റെ പുറകിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ മക്കളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ ഒറ്റപ്പെടൽ നന്മയ്ക്കാണ്, ഈ വേദന നന്മയ്ക്കാണ്. കൂടെയുണ്ടായിരുന്നവർ പൂർവാധികം ശക്തിയോടെ മടങ്ങി വരുന്നു. എന്നാൽ അതിലും അപ്പുറമായി ഈ ചെറിയവനായ എൻ്റെ പുറകിലൊരു മഹാജാതിയെ, 1000 ഞാൻ കാണുന്നു. വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.